MAPAC, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി. പദ്ധതി പ്രകാരം 105 കുടുംബങ്ങൾക്കായി നൽകുന്ന 1 കോടി 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായത്തിന്റെ വിതരണോദ്ഘാടനം ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു. നഗരസഭയുടെ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 105 കുടുംബങ്ങൾക്കായി നൽകുന്ന 1 കോടി 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായത്തിന്റെ വിതരണ ഉദ്ഘാടനം ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു. സർക്കാരിൽ നിന്നും വിവിധ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരം സാമ്പത്തിക സഹായം ലഭിച്ചിട്ടും വ്യത്യസ്ത കാരണങ്ങളാൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയാത്തവരായ ഗുണഭോക്താക്കൾക്ക് അടച്ചുറപ്പുള്ള സ്വന്തമായൊരു ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യവുമായി നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭവന പുനരുദ്ധാരണ പദ്ധതി. കഴിഞ്ഞ 3 വർഷങ്ങളിലായി 2 കോടി 25 ലക്ഷം രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്തുവെന്ന് ചെയർമാൻ അറിയിച്ചു. എന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി പണം അല്ലേ, അത് നഗരസഭയിൽ ഉള്ളതിൽ നിന്നാണ് എടുത്തു തരുന്നത്. നഗരസഭയുടെ മടിശീലയിൽ നിന്ന് എടുത്തു തരുന്നത് ചുരുക്കം. അപ്പോൾ അത്ര വിലപ്പെട്ട പണമാണ് തരുന്നത്, ജനങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസയാണ്. അപ്പോൾ അത് നമ്മൾ നല്ലവണ്ണം വിനിയോഗിക്കണം. അതിന് ചെറിയ പോരായ്മ ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരെയും വിളിച്ചു ചേർത്ത് ആ കാര്യങ്ങൾ ഒന്നുകൂടി ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ നമ്മൾ വെച്ചിട്ടുള്ളത്. പലപ്പോഴും 1-ാം ഗഡു കൊടുക്കും, അത് തന്നെ പലരും അപേക്ഷ എല്ലാവരും വയ്ക്കും വാട്സപ്പിൽ അല്ലേ. ഈ ഭവന പുനരുദ്ധാരണത്തിന് നമ്മളെല്ലാവരും വീട് മെയിൻ്റനൻസ് നമ്മൾ പറഞ്ഞു ആ ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ അപേക്ഷ വയ്ക്കും. അപേക്ഷ വെച്ച് ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ രേഖകൾ കൊടുത്തത് സർക്കാർ പണമാണല്ലോ, നഗരസഭയുടെ പണമാണല്ലോ. അപ്പോൾ അത് വെറുതെ വേണ്ടി തരാൻ പറ്റില്ലല്ലോ. അതിന് രേഖകളും കാര്യങ്ങളൊക്കെ കൃത്യമായ കണക്കും പരിശോധനകളും ഉണ്ട് ഗവൺമെന്റ് ഭാഗത്ത്. അപ്പോൾ അതിനാവശ്യമായ രേഖകൾ തരാമെന്ന് പലരും രേഖകൾ തരില്ല. അവിടെ തന്നെ സംഗതിയായി ഇനി രേഖകൾ 1-ാം ഗഡു മേടിച്ചതിന് അത് കൃത്യമായി പണം കൊടുക്കില്ല. പലരുടെയും സ്ഥിതി അവിടെ നിൽക്കുകയാണ്, മനസ്സിലായോ? ഇനി 1-ാം ഗഡു മേടിച്ചവർ 2-ാം ഗഡു മേടിക്കാൻ എന്ന വിധത്തിൽ പണി പൂർത്തിയാക്കില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഒരു 90% കുഴപ്പവും ഈ പദ്ധതി പൂർത്തീകരിക്കാത്തതിന്റെ 90% കുഴപ്പവും ഇത് ഗുണഭോക്താക്കളേതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ വല്ല സംശയമുണ്ടോ? യോഗത്തിൽ നഗരസഭ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. ഭവനത്തില് അടച്ചുറപ്പുള്ള ഭവനത്തില് ചൂടും വെയിലും അല്ലെങ്കിൽ എന്താ പറയണ തണുപ്പും മഴയൊന്നും കൊള്ളാതെ ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹം, സ്വപ്നം, നമ്മുടെ എല്ലാം അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നഗരസഭ ഗുണഭോക്താക്കളുടെ ആവശ്യം മുൻകണ്ട് അവരോടൊപ്പം തന്നെ കൈത്താങ്ങായി കരുതലായി കൂടെ തന്നെയുണ്ട്. 2020 വർഷം മുതൽ മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ചെലവഴിക്കാതെ പോയ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള തുക അത് ഏതൊക്കെയാണ് കണ്ടെത്തി, ഏതൊക്കെ തുകകളാണ് ഇനി ചെലവഴിക്കാനെന്ന് കണ്ടെത്തി വളരെ നല്ല രീതിയിൽ ഈ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ 2024 എത്തി നിൽക്കുമ്പോഴും അതിന്റെ ഓരോ ഗുണഭോക്താക്കളെയും കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ചെലവഴിച്ച നമ്മുടെ പ്രോജക്ട് ഓഫീസർ പ്രകാശ് ചേച്ചിക്ക് നല്ലൊരു കൈയടി തന്നെ നമുക്ക് കൊടുക്കാം. സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, ജാൻസി അരീക്കൽ, ലെക്സി ജോയ്, ജിത ഷിജോയ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, കൗൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറക്കൽ, റോസ്ലി തോമസ്, ലിസി പോളി, ലില്ലി ജോയ്, ക്ലീൻ സിറ്റി മാനേജർ അനിൽ ആർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. അപൂർവം ചിലപ്പോൾ 1-2 നമ്മുടെ കാരണവന്മാര് വാട്ടിസടിച്ച് തീർക്കും. അതായത് മറ്റു പല ആവശ്യങ്ങൾക്കും ആ പണം ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിയായ രീതിയല്ല. കാരണം എന്റെയും നിങ്ങളുടെയും നികുതി പണമാണ് നിങ്ങൾക്ക് തന്നെ തന്നത്, നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് തന്നത്, നമ്മൾ തന്നെ നികുതി കൊടുക്കുന്ന പണമാണ്. അപ്പൊ അത് യഥാവിധി ഉപയോഗിക്കുന്നില്ല. ഗുണഭോക്തൃ വാർഡ് സഭകളിൽ നിന്ന് അപേക്ഷകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വരിക എപ്പോഴും ഈ ഒരു പദ്ധതിക്ക് ഈ ഒരു ആനുകൂല്യത്തിനായിട്ടായിരിക്കും. പക്ഷെ അത് എപ്പോഴും പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഒരൊറ്റ കാരണം. വേണ്ടത്ര രേഖകൾ സമർപ്പിക്കാത്തത് കാരണമായിരിക്കാം ആദ്യത്തെ ഗഡു കിട്ടാതെ പോകുന്നത്. ആദ്യത്തെ ഗഡു കിട്ടിയതിന് ശേഷം
അത് പണി പൂർത്തീകരിക്കാത്തതിനാലാവാം രണ്ടാം ഗഡു കിട്ടാതെ പോകുന്നത്. പട്ടികജാതി വിഭാഗത്തിനായി യഥാക്രമം 6,9,6,9 എന്ന പ്രകാരം ലക്ഷം രൂപ എന്ന പ്രകാരമുള്ള തുക വകയിരുത്തുകയുണ്ടായി. അതുപോലെ ഈ വർഷങ്ങളിലെല്ലാം പട്ടികജാതി വിഭാഗത്തിനായി യഥാക്രമം 6,9,6,9 എന്ന പ്രകാരം ലക്ഷം രൂപ എന്ന പ്രകാരമുള്ള തുക വകയിരുത്തുകയുണ്ടായി.